ആ ഒരു സംഭവം. പിന്നെ അതെ, പിന്നെ എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഒരു കാര്യം നമുക്കിപ്പം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മറ വേണ്ട. തുടക്കത്തിൽ നമ്മളെ കുറവുകൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിപ്പോ നമ്മൾ പറയുന്ന അഡ്വൈസ് പലർക്കും ഇവിടെ ഇരിക്കുന്നവർക്ക് യൂസ് ആവും. പക്ഷെ അല്ല മച്ചാനെ എന്താണ് നിനക്ക് പറയാനുള്ള കുട്ടി? ഒരു പരിധി ഉണ്ടല്ലോ, ഓപ്പണാ എനിക്ക് മനസ്സിലായി. മച്ചാനെ അവ ഇപ്പൊ ആ സാഹചര്യത്തിൽ കൂടെ സഞ്ചരിച്ചോണ്ടിരിക്കും. ഓപ്പണായിട്ട് ഉറപ്പാണ് കേട്ടോ. ഈ പോഡ്കാസ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാർത്തിക് മച്ചാൻ ഒരു കാര്യം പറഞ്ഞില്ല, അതായത് മച്ചാനെ ഇപ്പം ഒരിടത്ത് പോകുമ്പോൾ ഇത്ര ടൈം കഴിഞ്ഞ് വിളിക്കുമെന്നാണ്. അത് ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണെന്ന് ഞാൻ പറയാം. കാരണം ഇപ്പം ഞാനും BP ഇപ്പം ഞാൻ BP ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പൊതുവെ ഇപ്പം ഞാനിപ്പോൾ ഗെയിമിങ്ങിന് ഒരു ഇവൻറ്റോ അങ്ങനെ പോയി കഴിഞ്ഞാൽ പൊതുവെ 90% ഓഫ് ടൈം ഇപ്പം അവൾ പറഞ്ഞില്ലെങ്കിൽ അവൾ വിളിക്കുമ്പോൾ എടുത്തില്ല, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കാൻ ലേറ്റ് അല്ലെങ്കിൽ എടുത്തിട്ട് അപ്പം തന്നെ വിളിക്കണം. അത് പൊതുവെ ലൈക്ക് ഒരു ലോങ് ടൈമിനിടയിൽ 1 കോളൊക്കെ എനിക്ക് വരത്തുള്ളൂ. അതായത് നീ വെടിവെച്ചോണ്ടിരിക്കും അവിടെ. അല്ല മച്ചാൻ പറഞ്ഞ എനിക്ക് ഇപ്പം മച്ചാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അല്ല ഞാൻ പറഞ്ഞ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആണെന്ന് പറഞ്ഞതാ. ഇപ്പൊ ചിലര് ഇങ്ങനെ വിളിച്ച് അങ്ങനെ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കാം, ചിലര് ആണോ? അല്ല ഞാൻ പറഞ്ഞ വാൾഡ്രോ എന്താ ഗെയിം, വാൾഡ്രന്റും എന്റെ ഇതിലൊക്കെ വെടിയല്ലേ, ആണാണ് ഉറപ്പായിട്ടും. എന്നിട്ട് അപ്പോ ലൈക്ക് ചില ആൾക്കാർ ഇപ്പം കാർത്തിക ബിസി ഷെഡ്യൂളാണെങ്കിൽ ചിലപ്പം വർഷം ചിലപ്പോൾ കാർത്തി പോയിട്ട് ആ ബിസി ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് കാർത്തി എപ്പോൾ ഫ്രീ ആവുന്ന അപ്പം വിളിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലർ ചിലപ്പോൾ അങ്ങനെ എനിക്ക് മിസ് ചെയ്യാതെ വിളിച്ച് ചോദിക്കുക എന്ത് ചെയ്യണമെന്ന് അങ്ങനെ വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ഞാൻ അവൻ്റെ